മഹാരാജാസ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉൾപ്പുളകം മഹാരാജാസിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നില്ല. മഹാരാജാസ് കോളേജ് ഒരു കോളേജല്ല, അതൊരു വികാരമാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വരുന്ന കാലത്ത് പഠിച്ച കാലം നിങ്ങൾ കേട്ട് കാണും. എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു. എനിക്കെൻ്റെ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയതുകൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു. ഫ്ലാഷ് ബാക്ക്. ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിൻ്റെ ഒരു അസ്കിത ഉണ്ടല്ലോ, ഒരു വല്ലാത്ത പഴഞ്ഞം പേരാണ് എന്ന് തോന്നി എനിക്ക്. പഴഞ്ഞം പേരെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ഒരു ആൾക്കാരൊക്കെ ഇല്ലേ, പ്രായമുള്ള ആൾക്കാർ. എൻ്റെ ഉപ്പാപ്പയുടെ പേരാണ്, ആ ലെവലിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഉളുപ്പര് മരിച്ചു പോയി എൻ്റെ ഓർമ്മയ്ക്കൊന്നും. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാളുടെ പേര് എനിക്കിട്ട് കഴിഞ്ഞാലുള്ള ഒരു അരോചകം ഞാൻ ആലോചിച്ചു. അപ്പോൾ കോളേജ് കയറി മാരേജ് കോളേജിൽ ഫസ്റ്റ് ഇയർ ഒക്കെ ചെന്നപ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാൻ അങ്ങോട്ട് ഒളിപ്പിച്ചു. ആ പേര് അപ്പാടെ ഞാനതങ്ങ് മറച്ചിട്ട് എൻ്റെ പേര് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ അങ്ങനെ. അപ്പോൾ നമ്മുടെ അന്നത്തെ കാലത്ത് ഈ ഐഡൻറ്റിറ്റി കാർഡുണ്ട് കോളേജിൽ, ഓർമ്മയില്ലേ? ഈ ഐഡൻറ്റിറ്റി കാർഡ് ഒരുത്തൻ്റെ എൻ്റെ നിന്ന് വീണ് കിട്ടിയപ്പോൾ എൻ്റെ പേര് ഇങ്ങനെ മുഹമ്മദ് കുട്ടി എന്നാണ്. നിന്റെ പേര് മമ്മൂട്ടി എന്നാണ്. അങ്ങനെ എൻ്റെ പേര് മമ്മൂട്ടി ആയതാണ്. പലരും ചോദിച്ചു ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളെന്ന്. പലരും സ്വമേധയ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന, എനിക്ക് പേരിട്ട മമ്മൂട്ടി ദാണ്ട് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ മുന്നേ ഒന്ന് അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ്. എളവനക്കാടാണ് വീട്. അല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഈ പല ആളുകളും ഈ പേര് അറിഞ്ഞിട്ട ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹമാണ് എടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേര്. ആ പേരിനാണ് ഒരു കാരണക്കാരൻ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇയാളെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു, പുറത്തു വിടാതെ. ഒരു സർപ്രൈസ്. ഇങ്ങനെ 4 പേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതേതായാലും ഈ കോർപ്പറേഷൻ്റെ